അയ്യപ്പൻ്റെ കാൽപാദങ്ങളാൽ അനുഗ്രഹീതമായ ഈ പന്തളത്തിൻ്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇവിടെ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ മാറ്റൊലി ഇന്ന് ലോകമെമ്പാടും അയ്യപ്പ ഭക്തർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഹൈന്ദവരായ ബന്ധുക്കൾ തിരിച്ചറിയുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ ഒരനുഭൂതി തന്നെയായിരുന്നു. ഇത്രത്തോളം അയ്യപ്പനെ നെഞ്ചേറ്റുന്ന ഒരു ജനസമൂഹം ലോകമെമ്പാടും വിരാജിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത്രത്തോളം ജനതതി ഈ വിഷയത്തിൽ ഉത്സുകരായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാം കർത്തവ്യങ്ങൾ വേണ്ട തരത്തിൽ നിറവേറ്റുന്നുണ്ടോ? ഞാൻ ശബരിമലയെ സംബന്ധിച്ചാണ് പറയുന്നത്. ശബരിമലയിലേക്കുള്ള കടന്നുകയറ്റം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവിശ്വാസികളായിട്ടുള്ളവരുടെ കടന്നുകയറ്റം, അവിശ്വാസികൾ കടന്നു കയറുക മാത്രമല്ല, ആചാര അനുഷ്ഠാനങ്ങളെ ചവിട്ടി മെതിക്കുന്നു. അതിനെതിരെ പ്രതിഷേധിക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ ഭരണകൂട ഭീകരതയെന്നോണം കേരളത്തിലെ സർക്കാർ നിഷ്ഠൂരമായി മർദ്ദിച്ചു. നമ്മളിൽ ഇവിടെ നിൽക്കുന്നതിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ നമ്മൾ കേസിൽപ്പെട്ടവരാണ്. നാമജപം മാത്രം നടത്തിയെന്നുള്ള ഏക കുറ്റത്തിനാണ് നമ്മളെല്ലാം പേരിൽ കള്ളക്കേസുകൾ ചമച്ചിരിക്കുന്നത്. ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് കേരള മന്ത്രിസഭ കൂടി ഒരു തീരുമാനമെടുത്തിരുന്നു. അതായത് കേരളത്തിൽ നടന്ന CAA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവരും ശബരിമല പ്രക്ഷോഭകാലത്ത് 2018-19 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന കേസുകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കള്ളക്കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരെല്ലാം കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞ ഈ സർക്കാർ CAA വിരുദ്ധ സമരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കേസുകൾ, എല്ലാ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ വരെ പിൻവലിച്ചപ്പോൾ യാതൊരു തെളിവോ ഒരു മൊഴിയോ ഒരു സാക്ഷിയോ ഇല്ലാത്ത വീടുകളിൽ കഴിഞ്ഞിരുന്നവരുടെ പേരുമെടുത്ത കേസുകൾ ഇന്നും നിലനിൽക്കുന്നു. നമുക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട്, നമുക്കറിയാം. നിങ്ങളുടെ എല്ലാം വികാരമാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ശബരിമല കർമ്മസമിതിയിൽക്കാവുന്ന തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം കേസുകളിൽപ്പെട്ടവരെയൊക്കെ നമുക്കാവുന്നവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അത് തുടരും. പക്ഷേ അതുകൊണ്ടായില്ല. ഇതെല്ലാം ചെയ്ത സർക്കാർ മാപ്പ് പറയാതെ, അതല്ലെങ്കിൽ 2018-19 കാലത്ത് എടുത്ത പോലീസ് നടപടികൾ പിൻവലിക്കാതെ, 2008 മുതൽ ഇങ്ങോട്ട് 2 ഇടതുപക്ഷ സർക്കാരുകൾ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കാതെ എന്ത് ധൈര്യത്തിലാണ് ഇവർ ആഗോള അയ്യപ്പ സംഗമം വിളിച്ച്, അതും പമ്പയിൽ, പരിശുദ്ധമായ പമ്പയുടെ തീരത്ത്, ഗണപതി മിത്താണെന്ന് പറഞ്ഞവർ ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ ഗണപതിയെ ചലഞ്ച് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടത് ശബരിമലയുടെ വികസനത്തിനു വേണ്ടി, അല്ലെങ്കിൽ ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് ആഹ്വാനം നൽകി എന്ന് പറയപ്പെടുന്ന ഒരു ആഗോള അയ്യപ്പ സംഗമം വിളിച്ചുകൂട്ടിയ സർക്കാർ അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചത് ആരെയാണ് നമ്മൾ കണ്ടു. സനാതനധർമ്മത്തെ എത്രത്തോളം ഇകഴ്ത്താൻ പറ്റുമോ അത്രത്തോളം ഇകഴ്ത്തുകയും, സനാതനധർമ്മം ഈ ഒരു വൈറസാണ്, ലോകത്തിൽ അവശേഷിക്കുന്ന ഒരു വൈറസാണ്, അതിനെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഇല്ലാതാക്കണം എന്ന് വരെ പറഞ്ഞ DMKയുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിനെയാണ് മുഖ്യാതിഥി വിളിച്ചത്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കി ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ആർക്കു വേണ്ടിയാണ്? ഇത് യഥാർത്ഥ ഭക്തന്മാരാണോ ഇവർ? പക്ഷേ അതെല്ലാം നമ്മൾ സഹിച്ചും കണ്ടും കേട്ടിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. എങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് അയ്യപ്പഭക്തന്മാർ അല്ലാതെ തന്നെ ലോകമെമ്പാടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള അയ്യപ്പഭക്തന്മാർ നമ്മളോട് നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു, നമ്മുടേതായിട്ട് യഥാർത്ഥ ഭക്തന്മാരുടേതായിട്ട് ഒരു അയ്യപ്പ സംഗമം എന്തുകൊണ്ട് വിളിച്ചുകൂടാ എന്ന്. അതും അയ്യപ്പ ഭക്തന്മാരുടെ തന്നെ ഒരു ചിന്തയായിരുന്നു, അത് പന്തളത്ത് തന്നെ ആകണം
രണ്ട് കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പുണ്യഭൂമിയാണ് പന്തളം, യാതൊരു സംശയമില്ല. ഒരു വർഷത്തിൽ 2-3 തവണയാണ് നമ്മളെല്ലാം ഇവിടെ വന്ന് പന്തളം കൊട്ടാരം അവിടെ സന്ദർശിക്കുന്നത്. അയ്യപ്പൻ വാണിരുന്ന സ്ഥലമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ശബരിമല 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതി വിശ്വാസവഞ്ചന എന്നോണം സുപ്രീം കോടതിയുടെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ, അങ്ങനെ ഞാൻ പറയുള്ളൂ, ഒരു വിധി നമ്മുടെ എല്ലാം നെഞ്ച് തകർത്തു. ആ വിധിക്കെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുന്നത് അതൊരു നാമജപയാത്രയായിരുന്നു. പന്തളം കൊട്ടാരത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നാരായണവർമ്മജി നമ്മുടെ അധ്യക്ഷനായിട്ട് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാനിത് പറയുന്നത്. അന്ന് അദ്ദേഹം എൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, കൊട്ടാരം നിർവാഹക സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാനിപ്പോഴും ശശികുമാര വർമ്മയെ സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നു. ശശികുമാര വർമ്മജിയെയും നാരായണ വർമ്മജിയുടെ നേതൃത്വത്തിൽ കൊട്ടാരത്തിൽ ഒരു ആഹ്വാനം നൽകി. ഇതിനെതിരെ ഒരു പ്രതിഷേധം, അക്രമാസക്തമാകാതെ നാമജപം മാത്രം മതി എന്നാണ് അവർ പറഞ്ഞത്. 3000 പേര് ആണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ കണ്ടു, ഈ പന്തളത്തിൻ്റെ തെരുവീഥികളിൽ കൂടെ 80,000-ൽ പരം, അതും ബഹുഭൂരിപക്ഷം അമ്മമാരായിരുന്നു നാമജപയാത്ര ഇവിടെ മുന്നോട്ട് നീങ്ങിയത്. ഒരു കൊടിയില്ല, ഒരു മുദ്രാവാക്യമില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു കാരണം ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് രണ്ടാമത്തെ നമ്മുടെ പ്രക്ഷോഭത്തിൻ്റെ ആരംഭമാണ്. ഇവിടെ അത് പന്തളത്ത് നിന്ന് ആരംഭിക്കുകയാണ്. ഈ പ്രക്ഷോഭം 2018-19 പോലെ തീരാൻ അടങ്ങുന്നതല്ല. ഇതിനൊരു പരിഹാരം കണ്ടേ നമ്മൾ മടങ്ങുകയുള്ളൂ എന്ന് തീർച്ചപ്പെടുത്തിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം ഈ സർക്കാർ നമുക്ക് സഹിക്കാവുന്നതിലപ്പുറം, എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രത്തോളം കണ്ണീരോടെയാണ് നമ്മുടെ അമ്മമാരെല്ലാം ഈ കഥകൾ പറയുന്നത്. അവർ നമ്മളോട് പറയുന്നത്, നിങ്ങളൊന്നും ഇത് കാണുന്നില്ലേ, സനാതനധർമ്മത്തെ ചവിട്ടി മെതിക്കുന്നവർ നിരന്തരം അവരുടെ ഭാഷണങ്ങളിൽ ഈ ഹിന്ദുധർമ്മത്തിനെതിരെയും വിശ്വാസത്തിനെതിരെയും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെന്ന് ആയിരിക്കുന്നതാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുന്നവരും, ശബരിമലയിലെ തീർത്ഥം കൈകൊണ്ട് കഴുകാൻ ഉപയോഗിക്കുന്നവരെയും, ഗണപതി മിത്ത എന്ന് പറയുന്നവരെയും നമ്മൾ എത്ര നാൾ സഹിക്കും? ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഞാൻ തീർച്ചും പറയുകയാണ്. അയ്യപ്പ വിശ്വാസികളെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരെയുമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഇവിടെ അയ്യപ്പ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർ, സന്നിധരായിരിക്കുന്നവർ പല വിഭാഗത്തിലുണ്ടാകാം, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വന്നവരുണ്ടാകാം. നമ്മുടെ ഇവിടെ പ്രധാന കേന്ദ്ര ബിന്ദു അയ്യപ്പനാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നിവിടെ നടക്കുന്ന, നമുക്കറിയാം, ഇന്ന് ഇത് 2 ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി നടത്തിയത്. രാവിലെ ഒരു സെമിനാറായിരുന്നു. കൃത്യമായ ഒരു ദർശന രേഖ നമ്മൾ അവതരിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മുന്നോട്ടുള്ള നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് നമ്മളിത് ആരംഭിച്ചിരിക്കുന്നത്. ആ ദർശന രേഖയിൽ കൃത്യമായൊരു ദർശന രേഖ, വിഷൻ നമ്മൾ പറയുകയാണ്. എന്താണ് ഇതിൻ്റെ വിഷൻ? ആ വിഷൻ ഡോക്യുമെൻ്റ് ഈസ് വെരി ക്ലിയർ. ഇൻ ദാറ്റ് വിഷൻ ഡോക്യുമെൻ്റ് വി ഹാവ് സെഡ്, we have mentioned what all we are going to do in the future. We are actually thinking of taking this up to whichever level it is required, but we have to get this all things resolved. So that is our idea. Anyway, അതുകൊണ്ട് നമ്മൾ രാവിലെ കൂടിയ സമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട വിഷയമുണ്ട്. വിശ്വാസത്തോടൊപ്പം വികസനം, വെറും വികസനമല്ല, ആചാരാനുഷ്ഠാനങ്ങളുടെ അധിഷ്ഠിതമായി മാത്രമേ ശബരിമലയിൽ ഒരു ഏത് തരത്തിലുള്ള വികസനമായാലും പാടുള്ളൂ എന്നാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഏതെല്ലാം തരത്തിലാണോ സർക്കാരുകൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നമ്മുടെ ഹിന്ദു സമൂഹത്തിനെതിരെ, ശബരിമലയ്ക്കെതിരെ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതിനെല്ലാം കൃത്യമായി മറുപടി നൽകുകയും, അതുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ കൃത്യനിർവഹണത്തിൽ ഏർപ്പെടേണ്ട കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ചില പ്രധാനപ്പെട്ട പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടാവും. അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ എല്ലാവരുടെയും എൻ്റെ പ്രാർത്ഥന, എല്ലാവരോടും എൻ്റെ അഭ്യർത്ഥന, തുടർന്നും നമ്മൾ ഇത്തരത്തിൽ ഒന്നിച്ചുകൂടി തീരുമാനിച്ചുകൊണ്ട് ഈ ശബരിമല സംരക്ഷണത്തിന് വേണ്ടി ഇനിയും മുന്നോട്ട് നമ്മൾ പദ്ധതിയിടുന്നതിലെല്ലാം പങ്കാളികളാണ് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന 2 ബഹുമാന്യ വ്യക്തിത്വങ്ങളുണ്ട്. വളരെ ചെറിയ സമയം കൊണ്ട് പോലും നമ്മുടെ യോഗത്തിൽ വരാനായിട്ടുള്ള
നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശ്രീ അണ്ണാമലൈജിയും ശ്രീ ചേതശ്രീ സൂര്യജിയും. Respected Annamalai ji, it is an honor Respected Annamalai ji, it is an honor to welcome you and to seek your valuable guidance for our collective efforts. Your dynamic leadership and unwavering commitment to public service continue to inspire and strengthen our mission. Respected Chetasri Surya, your energetic leadership and clear vision have made you a strong voice for the youth of our nation. We are inspired by your commitment to national development and your dedication to protecting our cultural and spiritual heritage. Your ability to connect with the younger generation gives us confidence that our future is in safe and capable hands. I welcome you, sir. നമ്മുടെ യോഗാധ്യക്ഷനായ ശ്രീ നാരായണവർമ്മജി, സമയലാഭത്തിന് വേണ്ടി ഞാൻ പേര് വായിച്ചു പോവുകയാണ്, കാരണം പ്രധാനപ്പെട്ട പല വിഷയങ്ങളും നടക്കാനുണ്ട്. ശ്രീ നാരായണവർമ്മജി, ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ ജെ നന്ദകുമാർ, ശ്രീ വി കെ വിശ്വനാഥൻ, ശ്രീ വിജി തമ്പി, ശ്രീമതി ശശികല ടീച്ചർ, ശ്രീ വത്സൻ തില്ലങ്കരി, ശ്രീ ടി ബി ശേഖർ. ശ്രീ ടി ബി ശേഖർ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ പേറ്റനാണ്. അദ്ദേഹം തുങ്കൂറിൽ നിന്ന് വന്നതാണ്, തുങ്കൂർ നിവാസിയാണ്. ഈറോഡ് രാജൻജി ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ പ്രഭാകരൻ ട്രിച്ചി, അദ്ദേഹം ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൽ ട്രിച്ചിയിൽ നിന്ന് വന്ന ആളാണ്. ശ്രീ ജയരാമൻ, അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീ ജയരാമൻ. സുരേഷ് പട്ടതിരി, ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, ശ്രീ വിനോദ്ജി. ശ്രീ വിനോദ്ജിയും സാസിൻ്റെ പ്രവർത്തകനാണ്. ശ്രീ ജയറാം ഈറോഡ്, ശ്രീ ജയറാംജി ഈറോഡിൽ നിന്ന് എത്തിയതാണ്. ശ്രീ ജയറാം. ശ്രീ ഇ എസ് ബിജു, ശ്രീ വി ആർ രാജശേഖരൻ, ശ്രീ വി കെ ചന്ദ്രൻ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്ന സന്യാസി വര്യന്മാർ, ഞാൻ ഒറ്റ വാക്കിൽ എന്നോട് ക്ഷമിക്കുമെന്ന് കരുതിക്കൊണ്ട് എല്ലാ സന്യാസി വര്യന്മാരെയും നമ്മുടെ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അവരുടെ തൃപ്പാദങ്ങൾ നമസ്കരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നുമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം കേരളത്തിൻ്റെ വാഗ്ദാനമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജശേഖർജി, ശ്രീ ഇനിയും രാജീവ് ചന്ദ്രശേഖർജി തീർച്ചയായിട്ടും ഈ യോഗത്തിൽ സന്നിധരായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വേണ്ട തലത്തിൽ എത്തിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിർദ്ദേശം തരുന്ന ശ്രീ കൃഷ്ണദാസിയുടെ ഉണ്ട്. അദ്ദേഹവും നമ്മളോടൊപ്പം ഈ കാര്യത്തിൽ എല്ലാ വിഷയങ്ങളും ശ്രദ്ധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.